ഖത്തറിൽ നിന്നെത്തിയ ഒരു അത്തർ പൂശിയ ഒരു കുട്ടി. ഓഹോ. ആ കുട്ടിയുടെ പേര് നസ്നി സുൽഫിഖർ.
നസ്നി നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ലാതെ പാടാൻ അടിച്ചൊളിച്ചു. പെർഫോമൻസ് റൗണ്ട് പെർഫോം ചെയ്ത് തകർത്തു. ചോദിച്ചാ അവരോട്? മഞ്ജരി ചേച്ചിനെ കണ്ടപ്പോ കൂടുതൽ എനർജി കിട്ടി. ആണോ? മഞ്ജരിയുടെ സ്വന്തം പാട്ട് ഇതാ പാടി ഈ സ്റ്റേജ് പൊളിച്ചടക്കി. എന്റെ സ്വന്തം പാട്ടല്ല, രാജാ സാറും ഗിരീഷ് പുത്തഞ്ചേരി അവരുടെ ഒരു കോമ്പിനേഷനിലുള്ള ഒരു പാട്ട്. എനിക്ക് ശരിക്കും ഇത് കേൾക്കുമ്പോൾ അന്നത്തെ ആ ഒരു ഫീലിംഗ് ആണ് ഓർത്തത്. കാരണം ഈ ആദ്യമായിട്ട് തുടക്കക്കാരെന്ന് പറയില്ലേ, അപ്പോൾ ഈ ന്യൂ ഫേസ്, ന്യൂ സിംഗേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് കുറേ പാട്ടുകൾ പാടിയതിന് ശേഷം ആദ്യമായിട്ട് സ്ക്രീനിൽ ഞാൻ കേൾക്കുന്ന എൻ്റെ ഒരു വോയിസ് ആണ്. അപ്പോൾ അതിൽ നമ്മുടെ ക്വീനാണ് എലിസബത്ത് ആണ് അഭിനയിക്കുന്നത്. അപ്പോൾ ആ ബ്ലൂ ചുരിദാറൊക്കെ ഇട്ട് അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് വോയിസ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ്. അല്ല, താങ്ക് യു നസ്നി ഈ പാട്ട് ഇവിടെ കൊണ്ടുവന്നതിൽ. ഞാൻ എൻ്റെ ആദ്യത്തെ നാഷണൽ അവാർഡ് സുന്ദരി മീര ജാസ്മിനെ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. മീരയ്ക്ക് ഒരുപാട് സ്നേഹം. ഒപ്പം നരേൻ ചേട്ടനെ. അതെ, നരേൻ ചേട്ടൻ എന്തായാലും ഉണ്ടല്ലോ. അതെ, നരേൻ ചേട്ടനാണ് ശ്വാസത്തിൻ താളം തെന്നലറിയുമോ പൂന്തെന്നലറിയുമോ അത് വരായിരുന്നു. അപ്പൊ ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് കിങ്ങിന്. അതെ, കിങ്ങിന്. അങ്ങനെ ആവട്ടെ, സ്വീകരിച്ചിരിക്കുന്നു. ചേട്ടാ. ഹായ് നസ്രീൻ. ഹായ് ചേട്ടാ. പറഞ്ഞില്ലേ, കേട്ടില്ലേ? കേട്ടു. തലയിരിക്കുമ്പോ ഗുഡ് ഗുഡ് ഗുഡ്. ഒരു രചന മാത്രം, ചെറിയൊരു സംശയം. കട്ടുമ്മലിന്നലുക്ക് എന്താ ഇവിടെ പറഞ്ഞേ? കട്ടിലമ്മ. ഗിരീഷ് ഉണ്ടായിരുന്നെങ്കിലേ അവിടെ എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചേനെ. അത് ഞാൻ എഴുതിയതല്ലല്ലോ എന്ന് പറഞ്ഞേനെ. അവൻ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. പോടാ. പിച്ചളപ്പും കൊളുത്തുള്ള മച്ചകത്തെ വാതിലട ചച്ചാരം കൊടുത്താൽ അരിമുല്ലക്കോടി കൊണ്ട് വിരിയിട്ട കട്ടുമ്മലിന്ന അലുക്ക് കിലുങ്ങും പോലെ കിലുങ്ങണം. അലുക്ക് പുറത്തു മറന്നു വെറുതെ വിട്ടിരിക്കുന്നു. ഒരു അടിപൊളി പാട്ട് പാടി. എങ്ങനെ ഇഷ്ടപ്പെട്ടോ മൂന്നുപേർക്കും? നല്ല പാട്ടായിരുന്നു. നല്ല എൻജോയ് ചെയ്ത് പാടി. നിന്ന് പാടി എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല എനർജി ഉണ്ടായിരുന്നു. നരഞ്ചേട്ടാ, ഈ പറഞ്ഞ പോലെ വിഷ്വൽസ് ഒക്കെയാണ് മൈൻഡിൽ വന്നിരുന്നത്. പിന്നെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പാട്ടില്ലേ, നന്നായി പാടി. എന്തായിരുന്നു ഇപ്പൊ ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തൊക്കെയുള്ള ഓർമ്മകൾ? ഇപ്പൊ എന്തായാലും ഒരുപാട് വർഷം കഴിഞ്ഞു. അച്ഛൻ്റെ അമ്മയിൽ എനിക്ക് ആദ്യത്തെ ഓർമ്മ ടെൻഷനാണ്. ഞാൻ ഓഫ് കോഴ്സ് സത്യൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യണു. എനിക്ക് തോന്നുന്നു ഞാനും ജോയിൻ ചെയ്തു, ഉർവശേച്ചി ഉണ്ടായിരുന്നു. പിന്നീടാണ് മീര ജോയിൻ ചെയ്യുന്നത്. മീര വന്നു, മീരയും ഉർവശേച്ചിയും തമ്മിലുള്ള സീൻസ് തുടങ്ങി. ഇവരാണെങ്കിൽ പെർഫോമൻസ് ആയിട്ട് ഇങ്ങനെ, ഞാനപ്പോ ന്യൂ കമറാണ്. ഇവര് ഓൾറെഡി ഫോർ ദ പീപ്പിൾ ഒരു പടം ചെയ്തിട്ടുണ്ട്. ഇവരെ എത്രയോ അതിനു മുമ്പ് പല പടങ്ങളും അഭിനയിച്ച് മീരയ്ക്ക് ഓൾറെഡി നാഷണൽ അവാർഡ് കിട്ടി കഴിഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് വരെ നോക്കുമ്പോ സത്യൻ സാർ ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. ഒന്നുമില്ല സാർ. അല്ല, ഞാനത് ആലോചിക്കുകയായിരുന്നു. അപ്പുറത്ത് ഉർവശിയും മീര ജാസ്മിനും ഉണ്ട്, ഇപ്പുറത്ത് താൻ മാത്രമേ ഉള്ളൂ, താൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ അല്ലെങ്കിലേ ടെൻഷൻ അടിച്ചിരിക്കുക, ഇതിന്റെ ഇടയിൽ ഒന്നും കൂടി താൻ പേടിക്കണ്ട, തൻ്റെ കൂടെ ഞാനുണ്ട്. സോ സത്യൻ സാറിന് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഭയങ്കര ഫ്രണ്ട്ലിയും ഹോംലിയും ഭയങ്കര സ്വീറ്റ് ആയിട്ട് നമുക്ക് വിൽ ജസ്റ്റ് നമ്മുടെ ടെൻഷനൊക്കെ മറന്ന്. അപ്പൊ ദാറ്റ് വാസ് എ വെരി ഫോർ മീ അതൊരു പഠനമായിരുന്നു. അപ്പോ അച്ഛൻ്റെ അമ്മയിലുണ്ടായിരുന്ന അതേ റാപ്പ് നമുക്ക് ക്വീൻ എലിസബത്തിലും കാണാൻ പറ്റും. അതെ, ആ ഒരു ആക്ച്വലി പപ്പേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഞാനും മീരയായിട്ട് സംസാരിക്കുന്നു. നമ്മള് പപ്പേട്ടനും ഈ ട്രേസസ് ഉണ്ട്. വളരെ സൈലന്റ്, വളരെ സോഫ്റ്റ് നേച്ചേർഡ് ആണ്. ഡയറക്ടേഴ്സുമായിട്ട് നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ എന്ത് ഒപ്പീനിയൻസോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ദോ ദേ ആർ സീനിയേഴ്സ്. ഇപ്പൊ സാധാരണ നമ്മുടെ ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന ഡയറക്ടേഴ്സിന്റെ കൂടെ നമുക്ക് പറ്റും, പക്ഷെ സീനിയേഴ്സിന്റെ കൂടെ നമുക്കത് പറ്റിയെന്ന് വരില്ല. പക്ഷെ അവർ ആ ഫ്രീഡം നമുക്ക് തരുമ്പോൾ ഇറ്റ് ബിക്കംസ് ഈസിയർ. ഷൂട്ടിംഗ് ഡേയ്സ് ഒക്കെ എൻജോയ് ചെയ്തു. ആ എൻജോയ്മെന്റ് ഒക്കെ നമുക്ക് സ്ക്രീനിൽ കാണാം. രഞ്ജി ചേട്ടാ നന്നായിട്ട് പാടി, ഇങ്ങനെ എൻജോയ് ചെയ്യാറ്. ഞാൻ കൂടുതലും മഞ്ജരി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്ത് ലക്കിയാണെന്ന് ആലോചിക്കുന്നത്. ഇത്രയും നല്ലൊരു പാട്ട് അത് വെച്ച് തുടക്കം കുറിക്കാൻ പറ്റിയത്. അതും രാജാ സാറുടെ കമ്പോസിഷൻ. അതിന്റെ അക്ഷരസ്ഫുടതയെ കുറിച്ചിട്ട് രഞ്ജൻ പറയുകയായിരുന്നു. ഈ പാട്ട് ഭയങ്കരമായിട്ട് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത ഒരു കാര്യമല്ല. എപ്പോഴും പണ്ട് തൊട്ട് തന്നെ ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്ത ഒരു ഫാക്ടറാണ് അതിലെ ലിറിക് ക്ലാരിറ്റി. അപ്പോ നന്നായിട്ട് എൻജോയ് തന്നെ പാടി. നല്ലൊരു ട്രീറ്റ് ഒരുക്കിയതിന് താങ്ക്സ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മുടെ പ്രിലിമിനറി റൗണ്ടിലെ 2 പെർഫോമൻസും കഴിഞ്ഞിരിക്കുകയാണ്. നല്ല കമന്റ്സ് ഒക്കെ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. അത് പാടിയ ആള് തന്നെ നല്ല കമന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് മുമ്പിലുള്ളത് എന്താ? അടുത്ത റൗണ്ട് ഒരു സംഭവം ഉണ്ടല്ലോ, എലിമിനേഷൻ. അത് ഓർമ്മിപ്പിക്കല്ലേ? അത് ഞാൻ ഓർമ്മിപ്പിച്ചോളാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.
പപ്പേട്ട നമ്മളെല്ലാവരും ആഗ്രഹിച്ച ഒരു താര ജോഡികളാണ് ഇവർ രണ്ടുപേരും, നരേൻ ചേട്ടനായാലും മീര ചേച്ചിയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഈ ക്വീൻ എലിസബത്ത് എന്ന് പറയുന്ന സിനിമയിലൂടെ തിരിച്ചു കൊണ്ടുവരികയാണ്. എങ്ങനെയാണ് ഇവർ രണ്ടുപേരിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഇവർ മതി എൻ്റെ ക്വീനും കിങ്ങും എന്ന് തീരുമാനിച്ചത്? അത് ആദ്യം നമ്മള് മീരയാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. കാര്യം മീരയാണ് ഇത് ചെയ്യേണ്ടത്. സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും. മീര അല്ലാതെ ഒരുപക്ഷെ വേറെ ആൾ ചെയ്യാൻ ഇത് ഉണ്ടാവില്ല. മീര ഇല്ലെങ്കിൽ സിനിമ ഇല്ല എന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. മീര ക്യൂൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മീരയുടെ പേര് ആരായിരിക്കണം? നോ ഡൗട്ട് നരേൻ തന്നെ. അങ്ങനെ നരേൻ മീര എന്ന ജോഡിയിലേക്ക് വന്നതാണ് എത്തിയതാണ്. ശരി, അപ്പൊ എന്തായാലും നമുക്ക് ക്വീൻ എലിസബത്തിന്റെ ഇനിയും വിശേഷങ്ങൾ അറിയാനുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ മത്സരങ്ങൾ തുടരാം അല്ലെ? നമ്മുടെ പ്രേക്ഷകരെല്ലാരും കാത്തിരിക്കുന്നു. അപ്പൊ എന്തായാലും ഇനി വരാൻ പോകുന്ന മത്സരാർത്ഥി അങ്ങ് സിംഗപ്പൂരിൽ നിന്നാണ്. സിംഗപ്പൂരിൽ നിന്ന് നമ്മുടെ അടുത്ത മത്സരാർത്ഥി വരുന്നു, നമ്മുടെ സ്വന്തം ഭവ്യചിത്ര. പകരമിപ്പൂതരാ. 7 ഏഴു
ഭവ്യ ഓ കലക്കിയോ? മുഖത്ത് കുറച്ച് ടെൻഷൻ കാണുന്നുണ്ടല്ലോ. കലക്കി കലക്കി, നന്നായി പാടാൻ പറ്റി. നന്നായി ദേ നമ്മുടെ ഗസ്റ്റ് ഒക്കെ ഇവിടെ ഉണ്ട്, അവർക്കൊക്കെ ആസ്വദിച്ചാവോ ഒന്ന് ചോദിച്ചു നോക്കിയേ. ഇഷ്ടപ്പെട്ടു? എല്ലാവർക്കും ഇഷ്ടമായി എന്റെ പാട്ട്. ഇഷ്ടമായി, ഇഷ്ടമായി. താങ്ക് യു, എല്ലാവർക്കും ഇഷ്ടമായി അല്ലേ? താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്ക് എന്തായാലും പാട്ടിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനുള്ള രണ്ടുപേരും ഇവിടെ ഉണ്ട്, അവരോട് പാട്ടിനെ കുറിച്ച് ചോദിക്കാം. തീർച്ചയായും. ഓക്കെ മഞ്ജരി. കോൺഫിഡൻസ് ആണ്, അതെ അതാണ് ഏറ്റവും ഇതിന്റെ ഒരു ഭവ്യയുടെ ഒരു ഹൈലൈറ്റ്. കോൺഫിഡൻസോടെ പാടുന്നത്, ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ കോൺഫിഡന്റ് ആണ്, നന്നായി പാടി എന്നുള്ള ഒരു വിശ്വാസം. അതിനാണ് വളരെ നന്നായിട്ട് പാടി. മന്ത്രസ്ഥായി ആയാലും താരസ്ഥായി ആയാലും എല്ലാം ഗംഭീരമായിട്ട് വോയിസ് ഇങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കേൾക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ചേട്ടാ ഭവ്യ, ബ്യൂട്ടിഫുൾ വോയിസ്. താങ്ക് യു. എനിക്ക് ആ ഒരു വോക്കൽ ടെക്സ്ചർ വളരെ ഇഷ്ടപ്പെട്ടു. അതിൽ അലിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചരണം എടുക്കാൻ ഒന്ന് ഡിലേ, അപ്പോൾ ചെറിയൊരു ദേഷ്യം തോന്നി. എന്തേ കുട്ടി അവിടെ കൊണ്ട് കാലടച്ചല്ലോ എന്നൊരു ചിന്ത, അത്രയേ ഉള്ളൂ. ബട്ട് സൂപ്പർ. അനുപല്ലവി, ചരണം, ഈവൻ ആ ഒരു സ്മൈല്, ഒരു ചിരി ഉള്ളിലുണ്ട്. സുശീലാമ്മയുടെ ആ ഒരു പ്ലസന്റ് ആ ഒരു ഫീലിംഗ് നന്നായിരുന്നു. താങ്ക് യു സർ. യു ഹാവ് എവറിഥിങ്. ഉഗ്രൻ വോയിസ്. ഓക്കെ സർ. കേട്ടാ? താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഭവ്യ, എന്തായാലും രണ്ടുപേരും നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പ്രിലിമിനറി റൗണ്ടിലെ 2 പെർഫോമൻസുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഓ കഴിഞ്ഞു. ഇനി നമുക്ക് മുമ്പിലുള്ളത് എന്താ? എലിമിനേഷൻ. അപ്പോ ചില്ലായിട്ടിരിക്കുക, ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. ഇല്ല. ഓക്കെ, അപ്പൊ അടുത്ത വീക്കിൽ നമുക്ക് കാണൂലേ? കാണും. ഓ കോൺഫിഡന്റ് ആയിട്ടൊന്ന് പറഞ്ഞേ. കാണും. അടുത്ത വീക്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ആ, എന്താ മോളോടൊന്ന് പറയാൻ പറഞ്ഞേ. അമ്മ ഉണ്ടാവും. ആ ഓക്കെ, അപ്പൊ ഭവ്യ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 പവർഡ് ബൈ ഈസ്റ്റർ. നമ്മളങ്ങനെ നമ്മുടെ പ്രിലിമിനറി റൗണ്ട് കഴിഞ്ഞ് നമ്മുടെ 12 മ്യൂസിക്കൽ വൈഫ്സിന്റെയും തകർപ്പൻ 2 പെർഫോമൻസുകളൊക്കെ കണ്ട് ആ ഒരു എലിമിനേഷൻ എന്ന് പറയുന്ന ഒരു വലിയ കടമ്പയിലോട്ട് കാലെടുത്ത് വെക്കുകയാണ്. വേണുചേട്ടാ, മഞ്ജരി, നമ്മുടെ പുതിയ 12 മ്യൂസിക്കൽ വൈഫ്സ്, പുതിയ ചാപ്റ്റർ, അവരുടെ ആദ്യ 2 റൗണ്ടുകളും കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ നോക്കി കാണുന്നു അവരുടെ പെർഫോമൻസുകൾ? വളരെ വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. ആൻഡ് ഇനിയാണ് കഷ്ടപ്പാടുള്ള സമയം, അവർക്കും ഞങ്ങൾക്കും. മഞ്ജരി, ഇതിപ്പോ നമ്മളൊരു പുതുവത്സരം ആഘോഷമാണല്ലോ. അതെ. അപ്പോ പുതിയ ചാപ്റ്ററിൽ പുതിയ കുറെ മത്സരാർത്ഥികൾ വന്ന് ഗംഭീരമായിട്ടൊക്കെ പാടി. അപ്പൊ ഒരു വിഷമം എന്താന്ന് വെച്ചാൽ ഈ പുതുവത്സര സമയത്ത് തന്നെ നമ്മള് ആ ഒരു 2 പേര് പിരിയുന്നു എന്നുള്ളതിന്റെ ഒരു സങ്കടമുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഒരു പുതിയ ചുവടുവെപ്പാണ് എല്ലാവർക്കും. തീർച്ചയായിട്ടും അവർക്ക് ഇത്രയും ഗോൾഡൻ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഫ്ലവേഴ്സ് മ്യൂസിക്കൽ വൈഫ് സമ്മാനിച്ചിരിക്കുന്നത്. നമുക്ക് മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 നമ്മുടെ എലിമിനേഷൻ പ്രോസസ്സിലോട്ട് കടക്കുവാണ്. അപ്പോൾ അവരുടെ ഹസ്ബൻഡ്സ് ഒക്കെ ഉണ്ട്, കൂളായിട്ടിരിക്കുക. നല്ലൊരു കൂളായിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. നല്ലൊരു ആഘോഷരാവാണ്. 2024 നമ്മൾ കടക്കുവാണ്. അപ്പൊ ഇതൊക്കെ ഒരു നല്ല തുടക്കമായിട്ട് എല്ലാവരും കാണണം അല്ലേ? അതായത് പറഞ്ഞു വരുന്നത്, പേടിപ്പിച്ച ആരും എന്നെ വീട്ടിൽ വന്ന് തല്ലരുത് കേട്ടോ. ഓക്കെ, സ്പെഷ്യലി തൃശ്ശൂർ ഭാഗത്ത്. അതെ. നമുക്ക് നമ്മുടെ 12 അതിസുന്ദരികളായ മ്യൂസിക്കൽ വൈഫ്സിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 12 മ്യൂസിക്കൽ വൈഫ്സ് ആണ് എൻ്റെ ഇടവും വലവും നിൽക്കുന്നത്. എല്ലാവരും നല്ല ചിരിച്ച മുഖത്തോടുകൂടി നിൽക്കുന്നുണ്ട്. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 ക്വാർട്ടർ ഫൈനലിലോട്ട് നിങ്ങൾ 12 പേരിൽ ആരൊക്കെ മുൻപിലോട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് നമുക്ക് അറിയണം അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ 12 പേരുണ്ട്. ഞാൻ എൻ്റെ ജോലി ആരംഭിക്കുകയാണ്. ഞാൻ ഇനി 3 പേരെ മുൻപിലോട്ട് വിളിക്കുകയാണ്. സോന, ആതിര, ദീപ. ഈ വേദി ശരിക്കും ഉപയോഗിക്കാൻ പറ്റിയോ? തീർച്ചയായിട്ടും പറ്റി. എന്ന് പറഞ്ഞാല് എങ്ങനെയാ പറയണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് ശരിക്കും ഞാൻ പറഞ്ഞില്ല, എൻ്റെ സ്വപ്നം തന്നെയാണ്. അപ്പോൾ അതെന്തായാലും സ്വീകരിക്കാൻ തയ്യാറാവണം. പക്ഷേ ഇനിയും ഇവിടെ തുടരണമെന്ന് ആഗ്രഹമുണ്ട്.
സോന, മകളും അമ്മയും അല്ലെങ്കിൽ അമ്മായിമ്മയും മാത്രമല്ല ആഗ്രഹിച്ചത്, ഞാനും ഒരുപാട് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഈ വേദിയിലെത്തിയതെന്ന്. തീർച്ചയായും. അപ്പോൾ ഇവിടെ നിന്ന് എലിമിനേറ്റ് ആയാൽ അവരുടെ കൂടെ തന്നെ സോനി ഒരുപാട് വിഷമിക്കും അല്ലേ? വിഷമം ഉണ്ടാവും, കാരണം നല്ല ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ ജഡ്ജസിനെ ആദ്യമായിട്ടാണ് സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ഇങ്ങനെ അടുത്തുനിന്ന് കാണാൻ പറ്റുന്നത്. പിന്നെ പോകുമ്പം സ്വാഭാവികമായിട്ടും ഒരു ടെൻഷൻ ഉണ്ടാവും. ടെൻഷനാണോ വിഷമാണോ? വിഷമം ഉണ്ടാവും. അതിരാ, ഇപ്പോ രണ്ടാമത്തെ മകൻ ഇപ്പൊ എത്ര വയസ്സായ ആൾക്ക്? 1.5 വയസ്സ്. 1.5 വയസ്സ്. ആൾക്ക് 1.5 വയസ്സായപ്പോ ഇങ്ങനൊരു ഭാഗ്യം ഇതാ തേടി എത്തിയിരിക്കുകയാണ്. അതെ. ഈ വേദി ശരിക്കും ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാൻ പറ്റിയെന്നാണ് വിശ്വാസം. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് എലിമിനേറ്റഡ് ആയാൽ ഒരുപാട് സങ്കടം ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ചത്തോളം എല്ലാവരും എന്നെപ്പോലെ തന്നെ വീട്ടമ്മമാരാണ് ഇവരെല്ലാവരും. എന്നെപ്പോലെ തന്നെ ആളുകളും ഉണ്ട് എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ ഞാൻ അറിഞ്ഞു. സോന, മകൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഹസ്ബൻഡ് 2 ദിവസം കഴിഞ്ഞ നാട്ടിലോട്ട് വരാൻ നിൽക്കുവാണ്. അപ്പോൾ നാട്ടിലോട്ട് വരുമ്പോൾ 2024 കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷ വാർത്തയാണ് ഞാനിവിടെ തുടരുന്നുണ്ട് എന്ന് പറയുന്ന വാർത്ത. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഹസ്ബൻഡിനെ ഒരു തവണയെങ്കിലും ഈ ഫ്ലോറിലൊന്ന് കൊണ്ടുവരുത്തണമെന്ന്. അത് സാധിക്കോ? അറിയില്ല, എന്തായാലും പോസിറ്റീവായിട്ട് എടുക്കും. ദീപ ഇവിടെ നിന്ന് എലിമിനേറ്റ് ആവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത് ആർക്കായിരിക്കും? ഹസ്ബൻഡിന് തന്നെ ആയിരിക്കും. അദ്ദേഹമാണ് എന്തിനും ഏതിനും സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നത്. അതെ അതെ അദ്ദേഹം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? അതെ അതെ. ദീപ സേഫ് ആണോ എലിമിനേറ്റ് ആകുമോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇതിലുണ്ട്. അതിര, സോന, ദീപ, നിങ്ങൾ 3 പേർക്കും എന്തൊക്കെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടെന്നും അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നൊക്കെ 2 പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എലിമിനേറ്റ് ആയാലും ഇല്ലെങ്കിലും ആ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ തന്നെ വേണം, സംഗീതം കൂടെ തന്നെ വേണം. നിങ്ങൾ 3 പേരും മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 ഈ റൗണ്ടിൽ നിന്ന് അടുത്ത റൗണ്ടിലേക്ക് സേഫ് ആയിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ. നിങ്ങൾ 3 പേരുമാണ് ടോപ്പ് സ്കോറേഴ്സ്. എല്ലാവരും ചെറിയ ചെറിയ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് 1, 2, 3 സ്ഥാനങ്ങളൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടല്ലോ. 3 പേരും സേഫ് ആണ്. അടുത്ത റൗണ്ടിൽ ഞെട്ടിക്കണം ഞങ്ങളെ. എന്താണ് പറയാനുള്ളത്? ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ട്, എനിക്കറിയാം. അപ്പൊ അതൊക്കെ അടുത്ത പാട്ടിൽ എനിക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. സോന, ഹാപ്പി ആയില്ലേ? അപ്പൊ ക്വാർട്ടർ ഫൈനൽ ആവുമ്പോഴേക്കും നമ്മുടെ ഹസ്ബൻഡ് അവിടെ നിന്ന് എത്തുന്നു, ഇവിടെ വരും. ഞങ്ങൾക്ക് കാണാൻ പറ്റും. അതിരാ, എന്താണ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു വാക്ക്? എനിക്ക് ചേട്ടനോടാ പറയാനുള്ളത്. എന്താ? ദയവ് ഇതിങ്ങനെ നീ ടെൻഷൻ എനിക്കിത് തല ചുറ്റുന്നു ഇവിടെ വന്നിട്ട്. അവൻ വളരെ ഇമ്പ്രൂവ് ചെയ്തു. ഇതൊന്നല്ലായിരുന്നു തുടക്കത്തിൽ എന്റെ ടെൻഷൻ അടിപ്പിക്കൽ കാണണമായിരുന്നു. നാട്ടുകാരും വീട്ടുകാരും ശരിയാക്കി. കൺഗ്രാറ്റുലേഷൻസ്. ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ളതാണ്, ആഘോഷിച്ചോളൂ. എന്നിട്ട് അടുത്ത ആഴ്ച വന്ന് ഞെട്ടിക്കണം ഞങ്ങളെ. ഓക്കെ, താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 നമ്മുടെ 12 മ്യൂസിക്കൽ വൈഫ്സിൽ 3 പേര് സേഫ് ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ 3 പേരെ വിളിച്ചപ്പോൾ കുറച്ച് തമാശ രീതിയിലൊക്കെ കുറച്ച് പറഞ്ഞതൊക്കെ അവർ 3 പേര് സേഫ് ആണെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഇനി വിളിക്കാൻ പോകുന്നവരിൽ സേഫ് ആകുന്നവർ മാത്രമായിരിക്കില്ല. കൂട്ടത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ യാത്രയിൽ നിന്നും താൽക്കാലികമായിട്ട് നമ്മളോട് വിട പറയുന്ന നമ്മുടെ മ്യൂസിക്കൽ വൈഫ്സും ഉണ്ടാകും. ഞാൻ വീണ്ടും 3 പേരെ മുൻപിലോട്ട് വിളിക്കുകയാണ്. അമൃത, റിമ, മേഘന. നിങ്ങൾ 3 പേരിൽ നിന്ന് ഒരാൾ ഇന്ന് ഈ വേദിയിൽ നിന്ന് വിട പറയുന്നതായിരിക്കും. അതിനർത്ഥം ബാക്കി 2 പേരും സേഫ് ആണെന്നും അല്ല. മേഘന, ഇവിടെ നിന്ന് എലിമിനേറ്റ് ആയാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ആരായിരിക്കും? എല്ലാരും വിഷമിക്കും, എനിക്കും വിഷമമുണ്ട്. എന്നാലും ഒരു മത്സരമാകുമ്പോ ആരെങ്കിലൊക്കെ ഒരു വിജയം തോൽവിയൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു ചെറിയ കോൺഫിഡൻസ് കുറവുണ്ടോ ഇപ്പോ? ചെറിയൊരു ടെൻഷൻ ഉണ്ട്. അമൃത, ലവ് മാരേജ് ഒക്കെ കഴിച്ച് അന്ന് വീട്ടുകാരെയൊക്കെ കുറച്ച് ടെൻഷൻ അടിപ്പിച്ച് ഓടിപ്പോയി കല്യാണം കഴിച്ച ആളാണ്. ഈ വേദി വിട്ടുപോയാൽ
ഹസ്ബൻഡിന് ആയിരിക്കോ ഏറ്റവും കൂടുതൽ പ്രശ്നം? അതെ, പുള്ളിക്കാരനാണ് നല്ല സപ്പോർട്ടും ഏറ്റവും കൂടുതൽ. പിന്നെ എൻ്റെ വീട്ടുകാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇവിടെ വിചാരിച്ച പോലെ പാടാൻ പറ്റിയില്ലേ? പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് സ്റ്റേജ്. റിമ മിനിറ്റ് ആകുമോ? അറിയില്ല. എന്താണ് നമുക്ക് ശരിക്കും ഈ ഒരു വേദി യൂസ് ചെയ്യാൻ പറ്റിയില്ലേ? പറ്റിയോ? യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ പാടിയതിൽ തന്നെ സന്തോഷം, പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾ 3 പേരും വിളിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ 3 പേരിൽ ഒരാൾ എലിമിനേറ്റ് ആകും. അമൃത, ഐ എം സോറി, യു ആർ സേഫ്. അയ്യോ കരയല്ലേ, കരഞ്ഞാടി വീട്ടിൽ പാർസൽ വരും. താങ്ക് യു മാം, താങ്ക്സ്. അമൃത, ഏയ് ഇയാള് അമൃത സേഫ് ആണ്. പോയി അവിടുന്ന് അതെ, അമ്മായി വരൂ ഇപ്പൊ തല്ല വിട്ട് പോയ ആളാണ്. ഇത്രയും ധൈര്യമുള്ള നമ്മൾ ഈ എലിമിനേഷൻ സമയത്ത് നിങ്ങളെ കുറച്ച് ടെൻഷൻ അടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ഇതൊക്കെ കേട്ട് കേട്ട് നിങ്ങളുടെ മനസ്സ് കല്ലാക്കണം. എന്നിട്ട് ആ കല്ലെടുത്തിട്ട് വരുമ്പോ എന്നെ ഓടിപ്പിക്കണം. ആ കല്ലെടുത്തിട്ട് ഡേന്റെ തലയ്ക്ക് ഒരൊറ്റ അടി ചെയ്യണം. ഫൈനൽ റൗണ്ട് ഒക്കെ എത്തുമ്പോഴേക്കും ആ ഒരു അടി കിട്ടിയാലേ ഞാൻ നേരെയുള്ളൂ കേട്ടോ. ദാ വേണിച്ചേട്ടാ, മഞ്ചേരി, അമൃത സേഫ് ആയിട്ടുണ്ട്. പാട്ടുകളെ പഠിക്കുമ്പോൾ അതിൻ്റെ ഒറിജിനൽ കേട്ട് വരാത്ത സംഗതികൾ വരുത്തുന്നതാണ് പ്രാക്ടീസ്. അത് വരുത്തണം തീർച്ചയായും കേട്ടോ, തീർച്ചയായും. വിട്ടുകളരുത്. ഇല്ല, നന്നായി പഠിക്കുക. ഈ ഇപ്പം വന്ന സങ്കടം, വിഷമം, ഈ കണ്ണുനീരൊക്കെ ഒരു കംപ്ലീറ്റ് സന്തോഷത്തിലേക്ക് മാറട്ടെ. തീർച്ചയായും. അമൃത, നിങ്ങൾ അടുത്ത ക്വാർട്ടർ ഫൈനലിലോട്ട് കടന്നു. അപ്പോൾ പുതിയ ആളായിരിക്കണം. ആയിരിക്കും. ശരി, എന്തായാലും ഹസ്ബൻഡ് അവിടെ ഉണ്ട്, ആളോട് ചോദിച്ചോളൂ. ഹാപ്പി ആയാലും ചോദിച്ചോളൂ. ഹാപ്പി അല്ലേ? ടെൻഷൻ അടിച്ചായിരുന്നോ? കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ആ, ഓക്കെ ആണ്. എന്നോട് ക്ഷമിക്കാൻ പറ്റൂ അല്ലേ? പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റില്ല. ശരി, ഓക്കെ. അപ്പോ അമൃത, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ ഇനി അടുത്ത ക്വാർട്ടർ ഫൈനൽ ആണ് വരുന്നത്. അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. റിമ, മേഘന, നിങ്ങൾ 2 പേരിൽ ഒരാൾ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 നിന്ന് വിട പറയും. ഞാൻ ചിലപ്പോൾ എലിമിനേറ്റ് ആകാൻ സാധ്യതയുണ്ട്. എൻ്റെ കഴിഞ്ഞ 2 പെർഫോമൻസിൽ ഞാൻ വിചാരിച്ച പോലൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ? ചെറുതായൊരു തോന്നലുണ്ട്. മേഘനയ്ക്കോ? അറിയില്ല. റിമ, ഐ എം സോറി. യു ആർ ഔട്ട്. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 നിന്ന് റിമ എലിമിനേറ്റ് ആവുകയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ് വീണ്ടും പറയുകയാണ്, നമ്മളാരും മോശപ്പെട്ട പാട്ടുകാരല്ല, എല്ലാവരും നല്ല ഗായകരാണ്. ഇപ്പോൾ താൽക്കാലികമായിട്ട് എലിമിനേറ്റ് ആവുകയാണെങ്കിലും ഇവിടെയൊക്കെ തന്നെ കാണണം. നമ്മുടെ ബാക്കിയുള്ള മ്യൂസിക്കൽ വോയിസിന് സപ്പോർട്ട് ചെയ്യും. ഇവിടെ വരണം. വരൂലേ? അല്ലേ വേണിച്ചേട്ടാ, മഞ്ചേരി? ഇനിയിപ്പോ സംഗീതമായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഏജസ് നോട്ട് ആൻ ഇഷ്യൂ. എപ്പോൾ വേണോ പഠിക്കാം. ഓൾവേസ് പ്രിപ്പയർഡ്. ചെയ്യുമോ? ചെയ്യും സാർ. റിമയോട് മാത്രമല്ല, എല്ലാവരുടെ നമ്മൾ ഈ മ്യൂസിക് എന്ന് പറയുന്നത് നിത്യമായി എന്നും സാധകം ചെയ്തില്ലെങ്കിൽ അത് കയ്യിൽ നിൽക്കില്ല. നമ്മൾ നല്ലോണം പ്രയത്നിക്കണം. ബാക്കി പഠനത്തിന്റെ കൂടെ മ്യൂസിക് കൊണ്ടുപോവുക. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് റിമ. അപ്പോൾ എന്തായാലും മ്യൂസിക് കൂടെ തന്നെ വേണം, അവർ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ എന്തായാലും റിമയ്ക്ക് ഒരു ചെറിയ മൊമെന്റോ സർട്ടിഫിക്കറ്റ് ഉണ്ട്. വേണിച്ചേട്ടാ പ്ലീസ്. മേഘന സേഫ് ആണോ? അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരാള് എന്തായാലും എലിമിനേറ്റ് ആകും. പക്ഷെ അതിനർത്ഥം ബാക്കി 2 പേരും സേഫ് ആണ് എന്നല്ല. മഞ്ചേരി, മേഘന എന്ന ഗായികയെ എങ്ങനെ കാണുന്നു? മേഘനയ്ക്ക് ഒരുപാട് കഴിവുള്ളൊരു കുട്ടിയാണ്. അത് അങ്ങനെ ആയതുകൊണ്ടാണ് ഈ 12 പേരിൽ ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലേ. എനിക്ക് തോന്നിയത് ആ ഫസ്റ്റ് വന്ന് പാടിയ ആ പാട്ട് നന്നായിരുന്നു. സീമന്തരേഖയിൽ നന്നായി പാടിയിരുന്നു. കറുകനാമ്പും നന്നായിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി നമുക്കൊരു ഫൈൻനെസ് വരാം. കുറച്ചുകൂടി ഒന്നത് ശരിയാക്കിയെടുക്കാം. കാരണം ഈ ഒരു വേദി
നല്ലതുപോലെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ചെറിയ സമയം കൊണ്ട് മേഘനയും ഒരുപാടൊന്ന് ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനിയൊരു പക്ഷേ മേഘനയ്ക്ക് ഇവിടെ ഈ യാത്രയിൽ തുടരാൻ പറ്റുന്നില്ല എങ്കിൽ ഒരിക്കലും വിഷമിക്കരുത്. കാരണം നമുക്ക് ഇതൊക്കെ ഒരു പ്രചോദനമായിട്ട് എടുക്കണം, ഒരു ചലഞ്ചായിട്ട് എടുക്കണം. കാരണം ഓക്കെ, ഇന്ന് എനിക്ക് പറ്റിയില്ല, ഇനി മുന്നോട്ട് ഞാനിത് തിരിച്ചു പിടിച്ചിരിക്കും എന്നുള്ള ഒരു ഉറപ്പിൽ വേണം നിൽക്കാൻ, എപ്പോഴും ഒരു കോൺഫിഡൻസ്. മേഘന, you are safe. Congratulations. താങ്ക് യു. ഓ, ഇല്ലാതായി പോയോ? ടെൻഷനായോ? എനിക്കും ടെൻഷനായി പോയി നോക്കിയപ്പോ. ശരി, അപ്പൊ എന്തായാലും മേഘന, ദേ കണ്ണേട്ടൻ ഇത് കണ്ടോണ്ടിരിക്കുവാണ്. കണ്ണേട്ടനോട് പറഞ്ഞോളൂ ഞാൻ സേഫായിന്ന്. കണ്ണേട്ടാ, ഞാൻ സേഫായി. ആ ശരി, അപ്പൊ കണ്ണേട്ടൻ അടുത്ത റൗണ്ടിൽ മേഘന എത്തിയ സ്ഥിതിക്ക് നമ്മുടെ കൂടെ വരുമോ? വരുമായിരിക്കും. എനിക്ക് തോന്നുന്നു മേഘനയേക്കാൾ ടെൻഷൻ അടിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു മേഘനയുടെ അച്ഛനാണ്. ടെൻഷനായോ? കുറച്ച് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. സേഫ് ആകോ, എലിമിനേറ്റ് ആകോ എന്നൊക്കെ അല്ലേ? അതെ, അച്ഛനൊക്കെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു വേദി കിട്ടിയല്ലോ. എന്തായാലും ആദ്യത്തെ 2 പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ആദ്യത്തെ റൗണ്ട് ആയതുകൊണ്ട് അവർ കുറെ കാര്യങ്ങൾ പറയാതൊക്കെ ആയിട്ട് ഉണ്ടാവാം, കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കാം പറഞ്ഞിട്ടുള്ളത്. അടുത്ത റൗണ്ട് തൊട്ട് അവർ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പ്രശ്നങ്ങളൊക്കെ പറയും. അപ്പോൾ അങ്ങനെ പറയാൻ ഒരു ഇടവരുത്താതെ പെർഫോം ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. അപ്പൊ ഇന്ന് രാത്രി സമാധാനത്തിലിരിക്കുക, കിടക്ക, കണ്ണേട്ടനൊക്കെ വിളിച്ച് സന്തോഷിച്ചോളൂ കേട്ടോ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 പവർഡ് ബൈ ഈസ്റ്റർ. പ്രിലിമിനറി റൗണ്ടിലെ ആദ്യ എലിമിനേഷൻ ഇതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ ഇനി ആരൊക്കെ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തുമെന്ന് നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കകം അറിയാം. ഞാൻ ഇനി 2 സുഹൃത്തുക്കളെ ഒരുമിച്ച് വിളിക്കുകയാണ്. അശ്വതി, കിൻഷ, രണ്ടുപേരും സുഹൃത്തുക്കളാണ്. രണ്ടുപേരും ആദ്യമായി കാണുന്നത് മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലയുടെ ഗ്രൂമിംഗ് സമയത്താണ് അല്ലേ? രണ്ടുപേരും ഈ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോയി. രണ്ടുപേരും ഒരുമിച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ പോയി. കയ്യിലുള്ള പൈസയൊക്കെ പൊട്ടിച്ച് കോസ്റ്റ്യൂം ഒക്കെ എടുത്ത് വന്നു. നിങ്ങൾ ആരെങ്കിലും ഒരാൾ പോയാൽ നല്ല വിഷമായിരിക്കും. ആണോ അശ്വതി? വിഷമാകും. ഇതിൽ ആര് പോയാലും വിഷമമുണ്ട്. ഞങ്ങള് 12 പേരും ഇപ്പൊ ഈ ഒരാഴ്ചയായിട്ടുള്ളെങ്കിലും ഭയങ്കര ക്ലോസ് ആയി. അതുകൊണ്ട് വിഷമമുണ്ടാവും. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഇത് നമ്മൾ ഒരേ മനസ്സോടെ നിൽക്കുന്ന ഫ്രണ്ട്സാണ്. പാട്ടുകാരാണ് എല്ലാവരും. അപ്പോൾ അതൊരു പ്രത്യേക പോസിറ്റീവ് എനർജി അല്ലേ? അതുകൊണ്ട് ആര് പോയാലും വിഷമം തന്നെയാണ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഈ പറയുന്ന പോലെ പ്രാക്ടീസിന്റെ സമയത്താണെങ്കിലും അല്ലാത്തപ്പോഴൊക്കെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കുറെ സമയം ചെലവിടുന്ന ആൾക്കാരാണ്. അപ്പോൾ രണ്ടുപേരോടൊരു ചോദ്യം, സുഹൃത്തിന് വേണ്ടി ആരെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? അല്ല, അങ്ങനെയല്ല. ഓക്കെ, പിന്നെ എങ്ങനെയാ? നമ്മള് ഇപ്പൊ ഒരു വേദി കിട്ടിയതാണല്ലോ, അത് ഭയങ്കര കഷ്ടപ്പെട്ട് കിട്ടിയതാണ്. അപ്പോ വിഷമുണ്ട്. പക്ഷെ ആരും എന്തായാലും കുഴപ്പമില്ല. കിൻഷയ്ക്കും മറുപടി എന്താ? ആരാണോ നന്നായിട്ട് ചെയ്യുന്നത് അവർക്ക് കിട്ടട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അശ്വതി, ഈ ഫസ്റ്റ് റൗണ്ടിൽ 2 പെർഫോമൻസുകളാണ് ചെയ്തത്. ഏതൊക്കെയായിരുന്നു? ഞാറ്റുവേലക്കിളിയും ശാരികയും. ടെൻഷനും കാര്യങ്ങളൊക്കെ കാരണം ഞാൻ വിചാരിച്ച ആ ഒരു ഇതെനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിലൊരു വിഷമമുണ്ട്. നമുക്ക് നോക്കാം. കിൻഷ, ഏതൊക്കെ പാട്ടുകളാണ് പാടിയത്? ചീരപ്പൂവുകൾക്ക് ഉമ്മ കൊടുക്കണം, പിന്നെ കാക്ക പൂച്ച പക്ഷെ ഞാൻ ഒരുപാട് വേദികളിൽ പെർഫോം ചെയ്ത് പാടിയിട്ടില്ല.
ഇപ്പൊ എനിക്ക് ഒരു വേദി കിട്ടിയതുകൊണ്ട് ഞാൻ ഇന്ന് നന്നായിട്ട് പെർഫോം ചെയ്തു എനിക്ക് തോന്നുന്നു. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. മഞ്ജരി, രണ്ടുപേരും നല്ല ശബ്ദത്തിന് ഉടമകളാണ്, അസലായിട്ട് പാടുന്നവരാണ്. നല്ല പെർഫോമൻസ് ഒക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഭർത്താക്കന്മാർ വരെ അന്തം വിട്ട് നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ പെർഫോമൻസസ് ഗംഭീരമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വേദി ശരിക്കും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഒരു റൗണ്ട് കൊണ്ട് ഒരാളോ രണ്ടുപേരോ ഈ യാത്രയിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം ആരാണ് നമ്മുടെ കൂടെ. അതെ വേണിച്ചേട്ടാ, ഞങ്ങളുടെ ഒരു പരിമിതി ഇതിൽ 1 മന്ത്, അതിനകത്ത് നിങ്ങൾ മാക്സിമം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആദ്യ റൗണ്ടിൽ നിന്ന് നമ്മുടെ 2 പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിധി. അപ്പോൾ ഒരാളോ 2 ആളോ 3 ആളോ എത്ര പേര് വേണമെങ്കിലും ചിലപ്പോൾ എലിമിനേറ്റ് ആകാം. സോ അശ്വതി ആൻഡ് കിൻഷ, നിങ്ങൾ രണ്ടുപേരും മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 പ്രിലിമിനറി റൗണ്ടിൽ നിന്നും രണ്ടുപേരും പ്രിലിമിനറി റൗണ്ടിൽ നിന്നും ക്വാർട്ടർ ഫൈനലിലോട്ട് എത്തിയിരിക്കുന്നു. രണ്ടുപേരും വേണമെങ്കിൽ ഒരു സെക്കൻഡ് കൊടുത്തോട്ടോ. രണ്ടുപേരും ഒരുമിച്ച് സേഫ് ആയിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ ആ സൗഹൃദം വേർപിരിക്കുന്നില്ല അല്ലേ? അതെ, ഭർത്താക്കന്മാര് ഇവരുടെ പേഴ്സ് എല്ലാം മേടിച്ച് സൂക്ഷിച്ചു മാറ്റി ഇനിയും പോവാതെ. അതെ, ഗ്യാപ്പ് കിട്ടിയ ഷോപ്പിങ്ങിന് പോകുന്നാണ് കേൾക്കുന്നത്. ശരി, സന്തോഷായില്ലേ? വളരെ സന്തോഷായി. അപ്പൊ ഈ സന്തോഷം ഇനി ഇരട്ടിയാക്കണം. അതെ, സത്യത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അശ്വതി പോവല്ലേ, ഞാൻ ഔട്ടായാലും അവൾ ഔട്ടാവല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പൊ സേഫ് ആയി കഴിഞ്ഞിട്ടല്ല, ഇതിന്റെ അപ്പുറം കേൾക്കാം നമുക്ക്. അതല്ല, ഞാൻ ഇന്നായിട്ട് അവൾ ഔട്ടായാലും എനിക്ക് വിഷമായിരിക്കും. പക്ഷെ നേരത്തെ ചോദിച്ചപ്പോ ആരും വേണ്ടിയില്ലല്ലോ. അവളിന്ന് ഉച്ച മുതലേ എന്റെ മുഖം നോക്കി നടക്കുക, നീ ഒന്ന് കൂളാവും, എന്താ പ്രശ്നം എന്താന്നൊക്കെ ചോദിച്ച് നടക്കുകയായിരുന്നു. ഓക്കെ, എന്തായാലും രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. അപ്പൊ എന്തായാലും നമ്മൾ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 നിന്ന് താൽക്കാലികം നിങ്ങൾ വിടുന്നില്ല. നിങ്ങളുടെ കഴിവ് ഇനിയും ഞങ്ങൾക്ക് ഈ വേദിയിൽ കാണണം. കിൻഷയുടെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്. സന്തോഷമായല്ലോ. എന്താണ് ഇപ്പൊ ഭാര്യയോട് പറയാനുള്ളത്? അതെ, അവളെ കഴിവ് അവള് തെളിയിച്ചു. എന്തായാലും ഇവിടെ എത്താനായി. ഹാപ്പി. ഓക്കെ, അപ്പൊ കിൻഷ കൺഗ്രാചുലേഷൻസ്. അശ്വതിയുടെ വീട്ടിൽ നിന്ന് അനിയൻ വന്നിട്ടുണ്ട് അല്ലേ? ദാ പെങ്ങള് സേഫ് ആയിട്ടുണ്ട്. ഹാപ്പി ആയല്ലോ. എന്താണ് തോന്നുന്നത് ഇപ്പോ? പെങ്ങളെ കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നുന്നുണ്ട്. എന്താണ് പെങ്ങളോട് പറയാനുള്ളത്? അനുവേട്ടൻ വിളിച്ചോണ്ടേ ഇരിക്കുകയാണ്. എന്താണ് ആയത്, എന്താണ് ഇന്നായ ഔട്ടായെന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ. റിസൾട്ട് ഒന്ന് പെട്ടെന്നൊന്ന് പറയൂ അല്ലേ? പുള്ളിക്ക് അതറിഞ്ഞിട്ട് വേണം ടിക്കറ്റ് എടുക്കണോ വേണ്ടെന്നൊക്കെ അറിയാം അല്ലേ? ശരി, അപ്പൊ എന്തായാലും ഈ ഒരു ജേർണിയിൽ നമ്മുടെ കൂടെ തന്നെയുണ്ട് നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇന്നത്തെ രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം, ഹാപ്പി ആയിട്ടിരിക്കുക. രണ്ടുപേരും സേഫാണ്. അടുത്ത റൗണ്ടിൽ മിന്നിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 ഇതുവരെ 8 പേരുടെ റിസൾട്ട് നമ്മൾ അറിഞ്ഞു. അതിൽ 7 പേർ സേഫായി, ഒരാൾ എലിമിനേറ്റായി. ഇനി നമ്മൾ റിസൾട്ട് അറിയാൻ ബാക്കിയുള്ളത് നിങ്ങൾ 4 പേരുമാണ്. നസ്നി, ധന്യ, ജ്യോതിഷ, ഭവ്യ. ജ്യോതിഷ, എങ്ങനെയുണ്ടായിരുന്നു 2 പെർഫോമൻസുകൾ? നന്നായി പാടാൻ പറ്റുമോ? വിചാരിച്ച പോലെ പാടാൻ പറ്റിയിട്ടില്ല. ശ്രുതിയുടെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലിറിക്സ് കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവിടം വരെ എത്താൻ പറ്റിയല്ലോ. ഇനിയിപ്പം റിസൾട്ട് എന്തായാലും പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ. ധന്യ, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ജേർണി? 2 പെർഫോമൻസുകൾ നന്നായി പാടാൻ പറ്റി. ഏതൊക്കെയായിരുന്നു 2 പെർഫോമൻസിലെ ദും ദും ദൂരേതോ മെലഡി, അവിടെ നിന്ന് ഗാനം കേൾക്കും.
ഖത്തറിലേക്ക് പോകാൻ ഇനി യാതൊരു തിരക്കൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അതെ, അപ്പൊ ഇവിടെ തുടരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് ആഗ്രഹമുണ്ട്. നസ്നി ഏതൊക്കെ പാട്ടുകളായിരുന്നു പാടിയത് പെർഫോമൻസ് റൗണ്ടിൽ? കിളിയെ കിളിയെ പെർഫോംഡ് താമരക്കുരുവിക്ക്. കിളിയെ കിളിയേ മണി മണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിൻ അഴകേ. താമരക്കുരുവിക്ക് തട്ടമിട് തങ്കക്കിനാവിന്റെ കമ്മലിട് അരിമുള്ള കഴുത്തിലെ ഏലസിട് സുറുമക്കണ്ണിനയിൽ സൂര്യനിട്. ഇത്ര വലിയൊരു ഫ്ലോറൊക്കെ ഫസ്റ്റ് ടൈം അല്ല കാണുന്നത്. അപ്പോൾ എത്ര ക്യാമറ മുന്നിലൊക്കെ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ശ്രുതി സാറ് വേണു സാറ് പറഞ്ഞ പോലെ ശ്രുതിയിൽ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ പെർഫോം ഡാൻസ് ഇപ്പോൾ പാട്ട് നന്നായി പാടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ടെൻഷനായോ ഇപ്പോൾ? തുടക്കത്തിലുണ്ടായിരുന്ന ആ കോൺഫിഡൻസ് ചെറുതായിട്ട് കുറഞ്ഞോ? ഉണ്ട്, ടെൻഷൻ ഉണ്ട്, നല്ല ടെൻഷൻ ഉണ്ട്. ശരി ഭവ്യ, മോള് ഒരുപാട് ആഗ്രഹിച്ചതാണ് അമ്മ ഇങ്ങനെ ഒരു വേദിയിൽ അല്ലേ? അതെ, എനിക്ക് എൻ്റെ ശബ്ദത്തിൽ ഒരു പാട്ട് എല്ലാവരും ഓർക്കുന്ന രീതിയിൽ ഒരു പാട്ട് പാടണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ, ഒരു പാട്ട് പാടി കഴിഞ്ഞപ്പോ ഇപ്പൊ ഒരുപാട് വേദികളിൽ ആ ഒരു പാട്ട് അല്ലെങ്കിൽ മറ്റു പാട്ടുകൾ പാടണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയും പറയാം. അപ്പൊ ഇത്ര ആഗ്രഹമുള്ള സ്ഥിതിക്ക് എന്താ ചെയ്യാ? സിംഗപ്പൂരേക്ക് പറഞ്ഞു വിടണോ? നിങ്ങൾ പറയുന്ന പോലെ വിടാം അല്ലേ? വിടാ അല്ലേ? തിരിച്ചു പോയിക്കോട്ടെ, ഹസ്ബൻഡ് ഒക്കെ വെയിറ്റ് ചെയ്യല്ലേ? വിടാൻ ഒരു കാര്യം ചെയ്യാം, റിസൾട്ട് ഇപ്പൊ പറയണ്ട, കുറച്ച് നേരം വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കട്ടെ. വെയിറ്റിംഗ് ലിസ്റ്റിലിടാം. അതെ, ഫ്ലൈറ്റ് കിട്ടോ ഇല്ലയോ നോക്കണല്ലോ. അതായത് ഭവ്യ ഓ 7 സുന്ദര രാത്രികൾ അത് മനോഹരമായി പാടി. ബട്ട് എൻ്റെ ചരണം ഒരു ബ്രേക്ക് വന്നു അല്ലേ? ലിറിക്സ് ജ്യോതിഷ ലിറിക്സ് ത്രൂ ഔട്ട് ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ടായിരുന്നു. അത് ഞാൻ അപ്പം തന്നെ ഐ പോയിന്റഡ് ഔട്ട്. ആൻഡ് ധന്യ എഫേർട്ട് എടുത്ത് പാടുന്ന ഒരാളാണ്, നല്ല ഫുൾ എഫേർട്ട്, നന്നായി പാടി. എനിക്ക് ആ അവിടുന്ന് ഗാനം ദാറ്റ് വാസ് യുവർ ബെസ്റ്റ്. അല്ല, ബട്ട് യുവർ സ്ട്രഗ്ലിങ്, അതാണ് സ്കെയിൽ കൂട്ടിയിട്ട് സ്വന്തം വോയിസ്, സ്വന്തം റേഞ്ച്, അത് യു ഷുഡ് നോ. ആൻഡ് നസ്നൈൻ ചെറിയ ചെറിയ മിസ്റ്റേക്സ് നമുക്കുണ്ട് ഇല്ലേ? അറിയാലോ? അറിയാം. നിങ്ങൾ 4 പേരിൽ നിന്ന് മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 ക്വാർട്ടർ ഫൈനലോട്ട് സേഫ് ആയിട്ട് എത്തിയിട്ടുള്ളത്, ആദ്യം സേഫ് ആയിട്ട് എത്തിയിട്ടുള്ളത് ഭവ്യ. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ സേഫ്. അപ്പോൾ സിംഗപ്പൂർക്ക് പെട്ടെന്നൊന്നും പോകണ്ട കേട്ടോ, ഇവിടെ തന്നെ കാണണം. കാണൂലേ? കാണും. എന്തായാലും 2024 ഇവിടെ എത്തി. അതെ. അപ്പോൾ നമ്മള് പുതിയ കുറെ തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ടല്ലോ ഏതൊരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും. അപ്പോൾ ഇവര് പറഞ്ഞ കുറെ മാറ്റങ്ങൾ, സംഗീതത്തിൽ മാറ്റേണ്ട മാറ്റങ്ങൾ ഇവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ മാറ്റി വരുമോ? വരും. ശരി, എന്തായാലും അച്ഛന്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് അച്ഛൻ അവിടെ ഇരിക്കുന്നത്. അച്ഛനോട് ഒന്ന് ചോദിച്ചു നോക്കിയാ, ഹാപ്പി ആയാലും ചോദിച്ചു അച്ഛനോട്. അച്ഛാ ഹാപ്പി അല്ലേ? അതെ, വളരെയധികം സന്തോഷം, ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അടുത്ത ഘട്ടത്തിലേക്കും പോകും. ഓക്കെ, അപ്പോ ഭവ്യ, അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഹാപ്പി ആയിട്ട് ഇരിക്കുക, ഇന്നത്തെ രാത്രി ആഘോഷിച്ചോളൂ. അടുത്ത ആഴ്ച ഇവർ പറഞ്ഞ മാറ്റങ്ങളുമായിട്ട് തിരിച്ചു വരിക. തീർച്ചയായും. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ധന്യ, ജ്യോതിഷ, നസ്നി, നിങ്ങൾ 3 പേരിൽ നിന്ന് ആരൊക്കെ സേഫ് ആകും, ആരൊക്കെ എലിമിനേറ്റ് ആകുമെന്ന് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ അറിയാം. എന്താണ് ഭയങ്കര കോൺഫിഡന്റോട് കൂടി തലാറ്റിയത്? സേഫ് ആകുന്നാണോ? അതോ നേരത്തെ പറഞ്ഞു റിസൾട്ട് എന്തായാലും അതായത് പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ. കാരണം ഈ ഒരു ഫ്ലോറിൽ നിൽക്കാൻ കഴിഞ്ഞില്ല, അതല്ല ഏറ്റവും വലിയ ഭാഗ്യം. എന്തായാലും ആള് ഭയങ്കര കോൺഫിഡന്റ് ആണ്. എന്താണ് നിങ്ങളുടെ അവസ്ഥ? തന്നെ ഒരുപാട് വിഷമിക്കില്ലേ ഈ വേദി പെട്ടെന്ന് വിട്ടു പോകേണ്ടി വന്നാ? വിഷമം ഉണ്ടാവും, എന്നാലും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെയാ. പക്ഷേ ആള് പറഞ്ഞ ആ ഒരു കോൺഫിഡൻസ് മുഖത്ത് കാണുന്നില്ല. ടെൻഷൻ കൊണ്ടാ? ടെൻഷൻ ഉണ്ട്, ക്ഷീണിച്ചിട്ടായിരിക്കും. നസ്നിക്ക് എന്താ തോന്നുന്നേ, ധന്യ സേഫ് ആകും? ഒന്നും അറിയില്ല, അതിൻ്റെ ഉള്ളില്
അല്ലേ? കാണാൻ എല്ലാം ഉണ്ട്. പറ്റില്ലല്ലോ. അതെ. നസ്നിക്ക് ഇപ്പൊ ആരെന്തായാലും ഞാൻ ഇവിടുന്ന് പോവില്ല. അതെ, അത്രേ ഉള്ളൂ. ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് നിന്നാളാണ്. കാരണം അത്ര നല്ല ഫ്ലോറാണിത്. ഒരു എന്താ നല്ലൊരു ഹാപ്പിനെസ്, സത്യം പറഞ്ഞ എല്ലാതും കൊണ്ടും അടിപൊളി. എന്താണ് ഇവിടുന്ന് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം? എന്തൊക്കെയാണ് ഇവിടെ വന്ന് ഇങ്ങനെ മത്സരിക്കാൻ നിൽക്കുമ്പോഴും ഇവരൊക്കെ കാണുമ്പോഴും പാട്ടൊക്കെ പാടുമ്പോഴും പെർഫോം ചെയ്യുമ്പോഴൊക്കെ എന്താണ് ഒരു ഫീലിങ്സ്? ഇവിടുന്ന് പോവാന്ന് പറയുമ്പോൾ ഒരു ടെൻഷൻ, ഇവരെല്ലാവരും വിട്ടു പോവുക, ഇവിടെ എത്ര നല്ല എൻജോയ്മെൻറ്റ്, ഹാപ്പി, നല്ല ജഡ്ജസ്, അങ്ങനെയൊക്കെ നല്ല സന്തോഷമുണ്ട്, നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ പല എന്താ പറയുക, ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. എന്തിനാ? നിനക്ക് പാട്ടൊന്നും അറിയില്ല. അയ്യോ, കുറേ വിഷമിച്ചിട്ടുണ്ട്. നസ്നീനെ ഞങ്ങൾക്ക് ഇങ്ങനെ ചിരിച്ചു കാണുന്ന ഇഷ്ടം, കരയരുത്. ഇത്രയും നേരം കുടുകൂടാ ചിരിച്ച ആളാണ്. നസ്നി, ഈ അവർക്ക് ഉള്ള ആൻസർ അല്ല ഇത്. അതാ അവരോടുള്ള ഉത്തരം ഇതിൽ കൊടുത്തു പോരെ? അതാണ് ഏറ്റവും വലിയ സന്തോഷം. എന്നെ ഒരുപാട് കളിയാക്കിയുടെ മുന്നിൽ 2 റൗണ്ടിലൂടെ നിന്ന് പാടി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് അവർക്ക് കൊടുക്കാവുന്ന തിരിച്ചടിയാണിത്. പിന്നല്ല, അത് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ ഇത് മതി, ഇനി മതി, അവിടെ പോയി അടിക്കണ്ട. ഇല്ല. നസ്നി, ഐ ലവ് യു. പിന്നെ എൻ്റെ ഒക്കെ ഒരുപാട് സപ്പോർട്ടാണ്. അവിടെ നിന്ന് ഇത്രയും ക്യാഷൊക്കെ ചെലവാക്കി ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ 4 പേരും ഇവിടെ വന്ന് എന്നോടൊക്കെ പറഞ്ഞ് നിന്റെ ആഗ്രഹമില്ലടി, ഞാൻ സാധിപ്പിച്ചു തരും, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സാധിപ്പിച്ചു തരും, നീ എല്ലാവരും മുന്നിലും പറയണം, നീ ഈ ഒരു വേദിയിൽ എത്തിയെന്ന് എല്ലാവരും കാണണമെന്ന് എന്തൊക്കെ പറയുമ്പോൾ തന്നെ എന്നൊക്കെ കരയാൻ കുറേ പേര് ഞങ്ങൾ സോറി. നസ്നി, അവരുടെ മുമ്പില് ആരായിട്ട് ഇവിടെ നിൽക്കുന്ന മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 എന്താ പറയാ അല്ലേ? എന്റെ താമര കുരുവി കരഞ്ഞതാ അവിടെ സുൽഫിക്കറിനെയും കൂടെ കരയിച്ച്. നമുക്ക് ഇവിടെ നിന്ന് പോണ്ട, നമുക്ക് ഇവിടെ കറങ്ങി തിരിഞ്ഞൊക്കെ നടക്കാം. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഇനി എത്ര പാടി നടക്കാനുണ്ടതാ. ഈ ഇതിലൂടെ എത്ര ലോകമെമ്പാടുള്ള മലയാളികളാ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മൾ 2 പാട്ട് പാടിയില്ലേ, സൂപ്പർ പാട്ട്. അതിനോ ഞങ്ങളെല്ലാരും രസിച്ച് കൈയടിച്ച് സൂപ്പറാക്കിയില്ലേ? പിന്നെ എന്ത് വേണം? ഫ്ലവേഴ്സിന്റെ ടീം മുഴുവനും ഉണ്ട് നസ്നിയുടെ കൂടെ. കെട്ടിപ്പിടിച്ചപ്പോ സന്തോഷായി. സ്വപ്നത്തിൽ പോലെ ഞാൻ പ്രതീക്ഷയല്ലേ ചേച്ചിനെ കാണാൻ പറ്റുന്നത്. ഒന്ന് കിസ് ചെയ്തട്ടെ. സാറില്ല, അവിടെ ഇരിക്കട്ടെ, ഒരു സ്മാരകമായിരിക്കട്ടെ. സുൽഫിക്കർ കരയുന്നു. ശരിക്കും ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ ഡീൻ, ഇവര് ഇത്രയും ഒക്കെ ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് ഖത്തറിന്ന് ഇവിടം വരെ വന്ന് ആ മനസ്സ്, മ്യൂസിക്കിനോടുള്ള ഒരു ഡെഡിക്കേഷൻ. പിന്നെ അത് മാത്രല്ല, ശരിക്കും ആർട്ടിസ്റ്റിനൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ചില വിഷമങ്ങളാണ്. മറ്റുള്ളവരിങ്ങനെ കളിയാക്കുമ്പോഴും പാടാൻ അറിയോ ഇതൊക്കെ എന്താണെന്നുള്ളത് പറയുമ്പോൾ ശരിക്കും മനസ്സ് ഒരുപാട് വിഷമിക്കും. അത്രയും വിഷമം ഉണ്ടായിട്ട് പോലും ചങ്കുറ്റത്തോടെ ഇവിടെ വന്ന് നിന്ന് നസ്നി പാടി. അവർക്കുള്ള മറുപടി കൊടുത്തു. അതെ, ഇനി ആരും പറയില്ല അത്. അതെ, നേരത്തെ മറുപടി ആയിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്ന് എനിക്കൊരു വേദി കിട്ടി, ഇവിടെ 2 പെർഫോമൻസ് ഞാൻ ചെയ്തു. ഇനി അവരോട് 2 പെർഫോമൻസ് എന്ന് പറയണ്ട, ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയ നസ്നി എന്ന് പറഞ്ഞു കേട്ടോ. അതെ, ഭർത്താവിന്
പുള്ളിയുടെ പോയിന്റ് പറയാറുണ്ട്. അതെ, അത് കേക്കട്ടെ. അതെ, ആള് ഞങ്ങളെയൊക്കെ കരയിപ്പിച്ചു. ഞാൻ കുറച്ചു നേരം കൂടിയും കഴിഞ്ഞ് റിസൾട്ട് പറയാനൊക്കെ നിന്ന ആളാണ്. ഇനി ഇവിടുന്ന് പോണ്ട. അതെ, ഇനി പെട്ടെന്നൊന്നും വിടുന്നില്ല ഖത്തറിലോട്ട് കേട്ടോ. ആ ശരി, ഒരുപാട് സന്തോഷമായി. ഒരുപാട് പറഞ്ഞ ഒരുപാട് ഇങ്ങനെ ഒരു ഫ്ലോറിൽ എല്ലാവരുടെ ഇടയിലും, പ്രത്യേകിച്ച് എല്ലാവരും പേര് പറയില്ല, എന്നാലും ഒരുപാട് സന്തോഷമായി. ഇനി ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയിക്കണോ? വേണ്ടല്ലേ? നല്ല വിഷമിച്ചു നാച്ചുന്നെ, എന്നാലും കുഴപ്പമില്ല, ഞാൻ ഒപ്പം കട്ടക്ക്. ഞങ്ങളും ഉണ്ട്. നാച്ചു ആണ് അല്ലേ? സുൽഫിക്കറിന്റെ നാച്ചു ആണ്. നീ ഞങ്ങളുടെ നാച്ചു ആയി. അതെ, ഹാപ്പി ആയല്ലോ. ഇനി കരയരുത്. ഓക്കെ, ഇനി കരഞ്ഞാ വീണ്ടും ഓടി വരും. നീ കരയരുത്. അതെ, അതൊരു അതൊരു വിഷയം. ഓടി വന്നിട്ട് കെട്ടിപ്പിടിക്കാലോ. ഹാപ്പി ആയില്ലേ? സന്തോഷം, സന്തോഷം, ഒരുപാട് സന്തോഷം. അപ്പോ ഖത്തറിലോട്ട് പെട്ടെന്ന് പോകുമോ അതോ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യോ? ഇല്ല, ഞാൻ പറഞ്ഞേക്കില്ല, അയക്കില്ല. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ശരി, ഓക്കെ. അപ്പൊ നസ്നി, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ സുഖമായിട്ടൊന്ന് പോയി കിടന്നു തുടങ്ങിക്കോളൂ. ഇനി ടെൻഷൻ വേണ്ട കേട്ടോ. പക്ഷെ ഞാൻ ടെൻഷൻ എടുപ്പിക്കാം അടുത്ത എലിമിനേഷനും. അപ്പൊ ക്വാർട്ടർ ഫൈനൽ കാണണം. അപ്പൊ അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടല്ലോ. നന്നായി പാടണം, നന്നായി പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, മ്യൂസിക് എന്നും കൂടെയുണ്ട് കേട്ടോ. നമ്മളെ കളിയാക്കിയവരുടെ മുമ്പിൽ നമുക്ക് മറുപടി കൊടുക്കണ്ടേ? കൊടുത്തിരിക്കും നമ്മള്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നസ്നി, കൺഗ്രാറ്റുലേഷൻസ്. മ്യൂസിക്കൽ വൈസ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3. നമ്മൾ 12 മ്യൂസിക്കൽ വൈസിൽ 10 പേരുടെ റിസൾട്ട് അറിഞ്ഞു. ഇനി 2 പേരാണ് എൻ്റെ ഇടവും വലവും ഉണ്ട്. ധന്യ, ജ്യോതിഷ, നിങ്ങളിൽ ഒരാൾ സേഫ് ആകും, ഒരാൾ താൽക്കാലികമായിട്ട് മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലയിൽ നിന്ന് എലിമിനേറ്റ്. അത് ധന്യയാകാം, ജ്യോതിഷയാകാം. നേരത്തെ ജ്യോതിഷ ബ്രേക്കിന് സമയത്ത് എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. റിസൾട്ടൊക്കെ എനിക്കറിയാം, ഞാൻ ഇന്നായാലും ഔട്ടായാലും അമ്മേനെ ഒന്ന് എനിക്കൊന്ന് ഈ സ്റ്റേജിലോട്ട് വിളിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, റിസൾട്ട് എങ്ങനെ അറിയാം? എനിക്കറിയാം. അമ്മേനെ വിളിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. റിസൾട്ട് അറിയോ? അതല്ല, ഞാൻ അങ്ങനെ വെറുതെ മനസ്സിലിങ്ങനെ വിചാരിച്ചു നോക്കിയതാ റിസൾട്ട്. എന്താണ് ആ മനസ്സിൽ വിചാരിച്ച റിസൾട്ട്? എന്തായിരുന്നു? ഞാൻ ഔട്ടാണെന്നാ വിചാരിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കാൻ കാരണം? അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ച പോലെ പാടാൻ കഴിഞ്ഞില്ല. അപ്പം ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാ പറഞ്ഞേ. അതുകൊണ്ട് ചിലപ്പോൾ എലിമിനേറ്റ് ആക്കാൻ സാധ്യതയുണ്ട്. ധന്യ ചേട്ടാ, ധന്യക്ക് സേഫ് ആകുമെന്നാണോ എലിമിനേറ്റ് ആകുമെന്നാണോ അറിയില്ല ചേട്ടാ. അമ്മ ഇവിടെ വന്നുണ്ടോ? അമ്മ വന്നിട്ട് ചേട്ടൻ ധൈര്യമായിട്ട് റിസൾട്ട് പറഞ്ഞോളൂ. ജ്യോതിഷ, യു ആർ ഔട്ട്. ഓക്കെ, ഓക്കെ, കുഴപ്പമില്ല. പിന്നല്ല, അത്രേ ഉള്ളൂ. ധന്യ, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പോ അടുത്ത റൗണ്ടിൽ പൊളിക്കണം നമുക്ക്. അവർ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടല്ലോ. ഓക്കെ, പുതിയ ആളായിട്ട് വരാം. ക്വാർട്ടർ ഫൈനൽ ആണ്. ധന്യയുടെ അച്ഛൻ എവിടെയുണ്ട്? പപ്പ, എന്തായാലും ധന്യ അതാ സേഫ് ആയിട്ടുണ്ട്. ഹാപ്പി ആയില്ലേ? ഹാപ്പിയായി, വളരെ സന്തോഷമുണ്ട്. ഓക്കെ, എന്താണ് ഈ സമയത്ത് മോളോട് പറയാനുള്ളത്? നന്നായി പാടിയതുകൊണ്ട് ഇവിടെ നിൽക്കാനുള്ള ഒരു അവസരം കിട്ടി, അതുകൊണ്ട് ഏറ്റവും വലിയ നന്ദി അറിയും. ഓക്കെ, അപ്പൊ ധന്യ, കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. ടെൻഷൻ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ടിരുന്നോളൂ, സുഖമായിട്ട് കിടന്നു തുടങ്ങിക്കോളൂ കേട്ടോ. ശരി, ആള് റിസൾട്ടൊക്കെ ഗസ് ചെയ്തിട്ട് നിൽക്കുമായിരുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു ഗസ് വന്നത്? 2 പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ തോന്നിയിരുന്നു? അതല്ല, ഞാൻ ഓരോരുത്തരുടെ റിസൾട്ട് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴേ, അപ്പം ലാസ്റ്റിലേക്ക് എത്തിയപ്പം അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു, ഇനിയിപ്പം ഇന്നായിട്ടില്ലെങ്കിൽ ഔട്ടായാൽ അപ്പം ഇങ്ങനെ പോസിറ്റീവായിട്ട് നിൽക്കണം എന്ന് ഞാൻ ആദ്യമേ വിചാരിച്ചതാണ്. അതുകൊണ്ടാ. അപ്പം പിന്നെ ടെൻഷൻ അടിക്കണ്ടോ അല്ലെങ്കിൽ ഇപ്പം നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട ഒന്നും കാര്യമില്ലല്ലോ. കാരണം ഞാൻ പറഞ്ഞു, ഇത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഇത്രയും വലിയ ലെജൻസിന്റെ മുന്നിലാണ് പാടുന്നത്. അതുപോലെ TV-യിൽ മാത്രം കണ്ടിട്ടുള്ള ഡെയിൻ ചേട്ടൻ്റെ അടുത്താണ് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഓർക്കസ്ട്ര ചേട്ടന്മാര് എത്രയോ ഭാഗ്യമാണ്. അവരുടെ
അടുത്തൊക്കെ നിന്നിട്ട് ഇങ്ങനെ പാടാൻ പറ്റുക എന്നുള്ളത്. പിന്നെ ഫ്ലവേഴ്സിന്റെ ഫാമിലിയിൽ ഒരു അംഗം ആവാൻ പറ്റിയില്ലേ, അപ്പം അതൊക്കെ ഏറ്റവും വലിയൊരു ഭാഗ്യല്ലേ. ഇതൊരു ഡിഫറെന്റ് ക്യാരക്ടറാണ്. അതെ 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 അതെ, യുണീക്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എല്ലാരും ഇതുപോലെ ആവണം, അത്രേ ഉള്ളൂ. ഞാൻ എലിമിനേഷന്റെ സമയത്ത് ടെൻഷൻ അടിപ്പിക്കുമ്പോ നിങ്ങൾ എന്നെ തിരിച്ച് ടെൻഷൻ അടിപ്പിക്കണം കേട്ടോ. ഞാൻ ടെൻഷൻ അടിപ്പിച്ചില്ലേ? അതെ അതെ അതെ, കറക്റ്റ് ആയിരുന്നു, കറക്റ്റ് മീറ്റർ ആയിരുന്നു. എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കി കളഞ്ഞല്ലോ ജ്യോതിഷ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ആളുകൾ ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്, ആഗ്രഹിക്കുന്നുണ്ട്. അവരിൽ നിന്നാണ് നിങ്ങൾ 12 പേരിൽ എത്തിയതും അല്ലേ? അതിലൊരാളാണ്. 2 പെർഫോമൻസ് ചെയ്തു. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പം എന്റെ പാട്ട് കേൾക്കാൻ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം 2 പേർക്ക് എത്താൻ പറ്റിയിട്ടില്ല. അപ്പം ഇനിയിപ്പോ അവര് ടി വിയിൽ ഇരുന്നിട്ട് കണ്ടോളൂ. ആ യെസ്. പിന്നെ ഇപ്പം വന്നിട്ടുള്ളത് അമ്മ, ഹസ്ബൻഡ്, മക്കളുണ്ട്. ഹസ്ബൻഡിന്റെ അമ്മ എന്റെ അമ്മ തന്നെയാണ്. അപ്പം പിന്നെ അമ്മേനെ സ്റ്റേജിൽ ഏറ്റണം ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പം അച്ഛനെ വിളിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ എന്റെ ടീച്ചർ ഉണ്ട്, ടീച്ചർക്ക് ഒരുപാട് നന്ദി പറയാണ്. പിന്നെ എന്റെ ഏട്ടൻ ദിലീപ്, ആളാണ് എന്നെ ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ആൾക്കും ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ എല്ലാ ഫാമിലി, എൻ്റെ ചേച്ചി, അനിയത്തി, അനിയൻ, എല്ലാവർക്കും, പിന്നെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ശരി. 2 പേരെ വിട്ടു, എന്റെ മക്കള് കേട്ടോ. അപ്പൊ ഇനി വീട്ടിൽ ചെന്ന് അവർ ചോദിക്കൂലേ, അമ്മ ടി വിയില് ഞങ്ങളെ മാത്രം പറഞ്ഞില്ലല്ലോ എന്ന്. അത് പറയാനൊക്കെ ആയ മക്കളാണ്. അപ്പം അതുകൊണ്ട് താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് സർ. കലക്കി. ആദ്യമായിട്ടാണ് ഒരു എലിമിനേറ്റ് ആയി പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് നമ്മുടെ ജ്യോതിഷയ്ക്ക് ഇവിടെ ഇരിക്കാം. അത്രയും പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ ഇങ്ങനെ തന്നെ തുടരുക, ഒപ്പം സംഗീതത്തെയും കൂടെ ചേർക്കുക. ചേട്ടന് അറിയാലോ, ഞാനൊരു ടീച്ചറാണ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് വിഷമിച്ച എന്റെ മക്കൾ അവിടെ ഇരുന്ന് കാണും, അത് ടിവിയിലൂടെ ഒക്കെ അവര് കാണും. അപ്പം ഇങ്ങനെ ഒരു ടീച്ചർ, അതായത് വെറും നെഗറ്റീവ് മാത്രം ചിന്തിക്കാൻ, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ പോയിട്ടുണ്ടെങ്കിൽ എന്താ പേടിച്ച് നിൽക്കുന്ന ഒരു ടീച്ചറെ കണ്ട എന്റെ മക്കളും പേടിച്ചിട്ടേ വളരുള്ളൂ. അപ്പം അങ്ങനെയല്ലല്ലോ വേണ്ടത്. ദൈവമേ, കലക്കി. ജ്യോതിഷ, അമ്മയെ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. അമ്മ സ്റ്റേജിലേക്ക് വരും. സന്തോഷം, സന്തോഷം. സങ്കടമൊന്നുമില്ല. ഇങ്ങനെ പിന്നെ ഔട്ടായാലൊന്നോ എനിക്കിവിടെ കയറണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത്ര ഉള്ളായിരുന്നു. അമ്മയും പോസിറ്റീവാ, കണ്ടില്ലേ? ഫാമിലി മൊത്തം പോസിറ്റീവ്. ഇവിടെ 12 പേരിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. പിന്നെ വേദി വിട്ടിട്ട് 8-9 വർഷമായി. കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ ഒരു ഇതിനും പോയിട്ടില്ല. ആ ഒരു കുറവ് നല്ലോണം ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ അത് മാറ്റിയെടുക്കാം. മ്യൂസിക് ഇനിയും പഠിക്കുക അല്ലേ? എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല. അപ്പൊ എനിക്ക് ഇങ്ങനെ പാട്ട് പാടുന്ന കുട്ടികളെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു, മോളൊന്ന് കേറി നോക്കിയാല് കിട്ടണ്ട, നമുക്ക് ഇന്ന് തന്നെ ഒരു ആദ്യത്തിന് ഇറങ്ങിയാലും കുഴപ്പമില്ല, ഒന്ന് കേറാലോ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. അത് സാധിച്ചു. എന്റെ മക്കളും ഇതുപോലെയൊക്കെ ഇങ്ങനെ പിച്ച വെച്ച് തുടങ്ങാണ് അവര്. ഇനി അവർക്കും ഇതുപോലെയൊക്കെ അവസരങ്ങൾ കിട്ടട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുകയാണ്. ഉറപ്പായിട്ടും. എന്തായാലും മരുമകൾ എന്ന് പറയുന്നില്ല, ഈ മകള് നല്ലൊരു ഗായികയാണ്. നല്ല പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും എടുക്കുന്ന ആളാണ്. നമ്മൾ എലിമിനേറ്റ് ആയി പോവുകയാണെങ്കിലും ഞങ്ങളുടെ ഒക്കെ മനസ്സ് കീഴടക്കിയിട്ടാണ് ആളിപ്പോൾ ഇവിടുന്ന് പോകുന്നത്. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ അവര് പറഞ്ഞ പോലെ തന്നെ സംഗീതം കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. മ്യൂസിക്കൽ വൈഫാണ് അല്ലേ? ഞാൻ മ്യൂസിക്കൽ വൈഫാണ്. ആണ്, അത്രേ ഉള്ളൂ. നമ്മുടെ ഫാമിലിയിൽ എത്തി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ ഇനിയും വരണം. അപ്പൊ എന്തായാലും ജ്യോതിഷയ്ക്ക് ഒരു ചെറിയ മൊമെന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് നൽകാൻ മഞ്ജരി പ്ലീസ്. 2024 നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കടക്കാൻ പോവാണ്. അപ്പം ജ്യോതിഷ പറഞ്ഞ ഈ വാക്കുകൾ ശരിക്കും എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ. അങ്ങനെ ഒരു പുതിയ വർഷം അങ്ങനെ ആവട്ടെ. പോസിറ്റിവിറ്റി. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അപ്പൊ ജ്യോതിഷ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അപ്പൊ അമ്മ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, നല്ല മുത്തുപോലത്തെ മോളാണ്
ഓക്കെ, ചേർത്ത് പിടിച്ചോ. ശരി, അപ്പൊ താങ്ക് യു ജ്യോതിഷ. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 ആദ്യഘട്ട എലിമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ 10 മ്യൂസിക്കൽ വൈഫ്സും സേഫ് ആയിട്ടുണ്ട്. അപ്പോൾ 10 പേർക്കും കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നമ്മളിതാ 2024 കാലെടുത്ത് വെക്കുകയാണ്. പുതുവർഷം ആരംഭിക്കുകയാണ്. ഒപ്പം തന്നെ നിങ്ങൾ ക്വാർട്ടർ ഫൈനലിലോട്ട് എത്തി. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. ഒപ്പം നമുക്കിതാ കേക്കൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആഘോഷിക്കണ്ടേ? കേക്ക് കട്ട് ചെയ്യാം. മഞ്ജരി. ഹാപ്പി ന്യൂ ഇയർ. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ലോകമെമ്പാടുള്ള എല്ലാവർക്കും